അവന്റെ പോക്ക് ശരിയല്ലാന്ന് അന്നേ മുത്തപ്പൻ പറഞ്ഞതല്ലേ വൈദങ്ങളെ. നിവിൻ പോളി നായകനായ ഡിജോ ജോസ് ആന്റണി സംവിധാനം നിർവഹിച്ച മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. കുറച്ച് നർമ്മവും കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കുറച്ച് പ്രണയവും കുറച്ച് സൗഹൃദവും കുറേയേറെ രാഷ്ട്രീയവും ദേശീയതയും അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത ഒരു ഓൾ ഇൻ വൺ ഫോർമാറ്റിലാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം എത്തിയിരിക്കുന്നത്. മലയാളികൾക്കുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ശേഷം അങ്ങോട്ട് മലയാളിയുടെ പൊതുബോധത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളെയും എടുത്തു പറയുകയും കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. മതവും രാഷ്ട്രീയവും രണ്ടും ഒരേ എല്ലിംഗക്ഷണത്തിന്റെ രണ്ടറ്റം അതിന്റെ നടുവിൽ കടിച്ചു പിടിച്ച് തമ്മിൽ തല്ലുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം വളരെ നന്നായിട്ടാണ് ഷാരിസ് മുഹമ്മദ് എന്ന തിരക്കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ക്യൂൻ, ജനഗണമന എന്നീ ചിത്രങ്ങളിലെല്ലാം പറഞ്ഞ ഡിജോയുടെയും ഷാരിസിന്റെയും രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ജനഗണമനയുടെ അത്ര തീവ്രതയിലേക്ക് കടക്കുന്നില്ലെങ്കിലും ഇവിടെ നിവിൻ പോളി എന്ന നടനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധ്യമാകുന്ന രീതിയിലുള്ള കോമഡി ട്രാക്കിലൂടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ആൽപ്പറമ്പിൽ ഗോപി എന്ന ചെറുപ്പക്കാരനും മൽഘോഷ് എന്ന സുഹൃത്തും അടങ്ങുന്ന ചെറുപ്പക്കാർ കണ്ണൂരിലെ ഒരു നാട്ടിൻപുറംകാരാണ്. ചെറിയ കളിയും ചിരിയും ഉടായ്പ പരിപാടികളും രാഷ്ട്രീയവും തല്ലുകൊടുത്തരവും ചെറിയൊരു പ്രണയവും ഒക്കെയായി അങ്ങനെ പോവുകയാണ് ആൽപ്പറമ്പിൽ ഗോപിയുടെ ജീവിതം. അതിനിടയിൽ നാട്ടിലൊരു പ്രശ്നം നടക്കുന്നു. രാഷ്ട്രീയവും മതവും വർഗീയതയും എല്ലാം ചേർന്ന് അതിനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് മാറ്റുന്നു. അതിനിടയിൽ ഗോപിക്ക് ഈ നാട്ടിൽ നിന്നും പോകേണ്ടി വരുന്നു. പിന്നീട് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. നിവിൻ പോളി അവതരിപ്പിക്കുന്ന ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിവിന്റെ കഥാപാത്രത്തിന് പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ നിവിന്റെ ഏറ്റവും സക്സസ് ആവുന്ന സേഫ് സോണിൽ തന്നെ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ആൽപ്പറമ്പിൽ ഗോപി. അതുപോലെ തന്നെ ധ്യാനിന്റെ മൽഘോഷ് എന്ന കഥാപാത്രവും. ഇരുവരും ചേരുമ്പോഴുണ്ടാവുന്ന കെമിസ്ട്രി തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ട്. അനശ്വര രാജന്റെ കഥാപാത്രവും ഒരു പരിധിവരെ നന്നായിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രവും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മഞ്ജു പിള്ള, സലിം കുമാർ എന്നിവരും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവ് മേന്മകൾ നോക്കിയാൽ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ച ജെയ്ക്സ് ബിജോയ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആവറേജ് നിലവാരം മാത്രം പുലർത്തിയപ്പോൾ പശ്ചാത്തല സംഗീതം കിടിലമെന്ന് പറയേണ്ടി വരും. മതേതരത്വം എന്ന പേരിൽ സ്ഥിരമായി നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങൾ ക്രിഞ്ച് ആകുമോ എന്ന് തോന്നിയെങ്കിലും ആ രംഗങ്ങളൊക്കെ തന്നെ ജെയ്ക്സിന്റെ സംഗീതം കൊണ്ട് മാത്രമാണ് അപ്ലിഫ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അഖിൽ രാജ് ചെറിയിൽ എന്ന കലാസംവിധായകന്റെ ആർട്ട് വർക്കും വളരെ നന്നായിരുന്നു. ആദ്യ പകുതിയിലെ ഗ്രാമ അന്തരീക്ഷവും ഇന്റർവെല്ലിന് ശേഷമുള്ള വ്യത്യസ്തമായ ലൊക്കേഷനിലുള്ള രംഗങ്ങളും എല്ലാം മികച്ച രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. തെയ്യം ഉൾപ്പെടെയുള്ള നിരവധി മികച്ച വർക്കുകളാണ് അഖിൽ രാജ് ചെറിയിലും ടീമും നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന VFX വർക്കുകളും വളരെ നന്നായി തന്നെ തോന്നി. ഇനി ചിത്രത്തിന്റേതായി ഒരു നെഗറ്റീവായി തോന്നിയ ചില കാര്യങ്ങളെന്ന് തോന്നിയാൽ ബജറംഗി ബൈജാൻ ഉൾപ്പെടെയുള്ള ചില ചിത്രങ്ങളുമായി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചില സാമ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിന്റെ നീളം ഒരല്പം കൂടുതലാണോ എന്ന തോന്നലും ഉണ്ടായി. എന്നിരുന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കോമഡി സിറ്റുവേഷൻസും ഒക്കെ കൊണ്ട് വലിയ ബോറടിയൊന്നുമില്ലാതെ ഉറപ്പായും നല്ലൊരു തിയേറ്റർ കാഴ്ചാനുഭവം നൽകുന്ന ചിത്രം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. തൊട്ടടുത്ത തിയേറ്ററുകളിൽ തന്നെ കണ്ടാസ്വദിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു റിവ്യൂസിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.